അള്ളാഹു അല്ലാത്തവരിൽ പങ്കുചേർക്കുന്ന ശിർക്ക് ചെയ്യുന്ന ആളുകളും തമ്മിലുള്ള വിവാഹം എന്ന് പറയുന്നത് എന്തുകൊണ്ട് പാടില്ല? ഖുർആൻ തന്നെ അത് പറഞ്ഞു, ഉലൈക യദൂന ഇലൻ നാർ, അവർ നരകത്തിലേക്ക് ക്ഷണിക്കുന്നു. ഈ വാചകത്തെ വിശദീകരിച്ചുകൊണ്ട് ശൈഖ് ഉതൈമീൻ പറയുന്നു, ഈ വാചകം എന്തുകൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ പാടില്ല, കഴിക്കാൻ പാടില്ല എന്നതിനുള്ള കാരണം വിശദീകരിക്കുകയാണ്. അതായത് അവർ അവരുടെ വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും സമ്പത്തുകൾ കൊണ്ടുമൊക്കെ നരകത്തിലേക്ക് ക്ഷണിക്കുന്നവരാകുന്നു അവർ. അപ്പൊ ഇത് പറയുമ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയോ തെറ്റിദ്ധരിക്കുകയോ ചെയ്യും, ഇതൊക്കെ ഏതോ മുസ്ലിങ്ങളല്ലാത്ത മറ്റ് മതക്കാരായ ആളുകളെ കുറിച്ച് പറഞ്ഞതാണ്, മുസ്ലിങ്ങളെ കൂട്ടത്തിൽ ശിർക്ക് ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞതല്ല എന്ന് തെറ്റിദ്ധരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട്. അവർക്കുള്ള മറുപടി കൂടി ശൈഖ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താണത്? ഹത്താ ഇന്നഹും യബ്നൂനൽ മദാരിസ് വൽ മുസ്തശ്ഫയാത് വയുലാതിഫൂന അന്നാസ ഫീ മുആമലാതിഹിം ഖിദാഅൻ വമക്റൻ. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സമ്പത്ത് കൊണ്ടും നരകത്തിലേക്ക് ക്ഷണിക്കുന്നവർ എത്രത്തോളം ഈ ആളുകൾ മദ്രസകൾ സ്ഥാപിക്കുന്നു. ഇവിടെ ഹിന്ദു, ക്രിസ്ത്യാനിയോ ജൂതനോ ജൈനനോ ബുദ്ധനോ മദ്രസ സ്ഥാപിക്കുകയില്ല. മദ്രസ സ്ഥാപിക്കുന്നത് ശിർക്ക് ചെയ്യുന്ന ഈ ആളുകളെ കുറിച്ചാണ് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്രസയുണ്ടെന്ന് അഭിമാനിക്കുന്നവർ മദ്രസയുടെ മീമ്, നരകത്തിന്റെ ജഹന്നം എന്നതിന്റെ അവസാനത്തെ മീമ് കൊണ്ട് തുടങ്ങിയതാണ് മദ്രസ എന്ന് പരിഹസിച്ച ആളുകൾ ഇന്ന് ഏറ്റവും കൂടുതൽ മദ്രസയുണ്ടെന്ന് അഭിമാനിക്കുന്ന ശിർക്കിന്റെ വക്താക്കളാണ്. അപ്പൊ ഇവിടെ ശൈഖ് സൂചിപ്പിക്കുന്നത് ഏതെങ്കിലും പ്രത്യേക മതക്കാരെയല്ല, മറിച്ച് കെലിമ ചെല്ലിയ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ശിർക്കുള്ള ആളുകളെയാണ്. അവരാണല്ലോ മദ്രസയുണ്ടാക്കുക, ആശുപത്രികൾ നിർമ്മിക്കുന്നു, പെരുമാറ്റങ്ങളിലും ഇടപാടുകളിലും മനുഷ്യരോട് വളരെ വിനയത്തോടുകൂടി അവർ പെരുമാറുന്നു, ചതിയും വഞ്ചനയുമായി. അത് ആളുകളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഫലമെന്താണ് എന്നത് സൂറത്തുൽ അംഫാലിലെ 36-ാമത്തെ ആയത്തിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ ആളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയാൻ വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നവരാകുന്നു, അള്ളാഹുവിൽ അവിശ്വസിച്ച ആളുകൾ എന്ന് അവരെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ ആയത്ത് ശൈഖ് ഇവിടെ എടുത്തു കൊടുക്കുന്നു. അപ്പോ ഇത് വളരെ വ്യക്തമായ കാര്യമാണ്. ഇവിടെ പറയുന്നത് ശിർക്ക് ചെയ്യുന്നവരെന്നോ മുശ്രിക്കുകളെന്നോ അല്ല, ശിർക്കുള്ളവരെന്നോ എന്ത് പറഞ്ഞാലും ശിർക്ക് എന്ന കാരണമുണ്ടോ അത്തരം ആളുകളെ കെട്ടാനും കെട്ടിക്കാനും പാടില്ല എന്താ. അപ്പൊ പിന്നെ ഒരു സംശയത്തിനോട് അവകാശമില്ല. ഇനി നമ്മുടെ നാട്ടിലുള്ള രണ്ട് സാക്ഷ്യവചനങ്ങളും ചെല്ലിയ എന്നാൽ ശിർക്കിൽ മുങ്ങിക്കുളിച്ച, റുബൂബിയ്യത്തിലും ഉലൂഹിയ്യത്തിലും അസ്മാഉ സിഫാത്തിലും ശിർക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന അത്തരം ആളുകളെ കല്യാണം കഴിക്കുമോ എന്നതിന്, കഴിക്കാമോ കഴിപ്പിച്ചു കൊടുക്കാമോ എന്നതിന് വളരെ സുവ്യക്തമായ മറുപടി ശൈഖ് മുഹമ്മദ് സാലിഹ് അൽ ഉസൈമീൻ ഫതവ നൂറുൻ അല ദർബ് എന്ന പരിപാടിയിൽ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി നൽകിയിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ വളരെ അനുയോജ്യമായ ഒരു മറുപടിയാണ്. എന്താണത്? അദ്ദേഹത്തിനുള്ള ചോദ്യം ഈ പറയുന്ന സൂറത്തുൽ ബഖറയിലെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട്, ആയത്ത് സൂചിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരം ആളുകളെ കല്യാണം കഴിക്കാനും കഴിപ്പിച്ചു കൊടുക്കാനും പാടില്ലെന്നാണ് ആണല്ലോ. എന്നാൽ മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകളെ നമ്മൾ കാണുന്നു, അവർ ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. എന്നാൽ അവർ ഷഹാദത്ത് ഉച്ചരിക്കുന്നു. അവരുടെ കൂട്ടത്തിൽ ഈ ഷഹാദത്ത് ഉച്ചരിച്ച് ശിർക്കിന്റെ ആളുകളുടെ പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുകയും അള്ളാഹു അല്ലാത്തവരോട് സഹായദാട്ടം നടത്തുകയും അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറിവ് നടത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവരുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയുമായി വിവാഹ ബന്ധങ്ങൾ അനുവദനീയമാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടി നാം ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഈ ചോദ്യം വളരെ നല്ലതും ഉപകാരപ്രദവുമായ ഒരു ചോദ്യമാണ്. അതുകൊണ്ട് നമുക്കുള്ള മറുപടി, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുകയും അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുകയും അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യുകയും അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തുകയും ചെയ്യുന്ന, അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങളിൽ ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുന്ന ആളുകൾ മുശ്രിക്കുകളാകുന്നു. ഈ മുശ്രിക്കുകൾ അവർ ഹൗലായി മുശ്രിക്കൂൻ, ഇവർ മുശ്രിക്കുകൾ തന്നെയാണ്. വലാ യജൂസു ലി അഹദിൻ അൻ യതസവ്വജ മിൻഹും ഇദാ കാനു അലാ ഹാദൽ വസ്ഫ്. ഇപ്പറഞ്ഞതുപോലെയാണ് ആ ആളുകളുടെ വിശ്വാസവും പ്രവൃത്തിയുമെങ്കിൽ അവരിൽ നിന്ന് വിവാഹ ഇടപാടുകൾ നടത്തുക എന്ന് പറയുന്നത് അനുവദനീയമാവുകയില്ല. വലാ അൻ യുസവ്വിജ അഹദൻ മിൻഹും, അവരിൽപ്പെട്ട ഒരാൾക്കും കെട്ടിച്ചു കൊടുക്കലും അനുവദനീയമാവുകയില്ല. ഇത് പറഞ്ഞുകൊണ്ട് നേരത്തെ വിശദീകരിച്ച സൂറത്തുൽ ബഖറയിലെ ആയത്ത് അദ്ദേഹം തെളിവായി കൊടുക്കുന്നു. എന്നാൽ ഈ മറുപടി കേൾക്കുമ്പോഴും ഇതൊക്കെ നിലവിലുള്ളപ്പോഴും നമ്മുടെ നാട്ടിലെ തൗഹീദുള്ളവരെന്ന് അവകാശപ്പെടുന്ന ഭൂരിപക്ഷം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുമായി ഇതൊക്കെ പറ്റും. അവര് ശിർക്കിന്റെ ആളുകൾ ശിർക്കുണ്ട്, പക്ഷെ അവർ മുശ്രിക്കുകളല്ല. മുശ്രിക്കുകളുമായി ബന്ധപ്പെട്ട ഒരു ഹുക്കുമും അവർക്ക് ബാധകമാക്കേണ്ടതില്ല എന്നാണ്. എന്നാൽ ആ സംശയത്തിന് അല്ലെങ്കിൽ തെറ്റിദ്ധാരണക്കോ തെറ്റിദ്ധരിപ്പിക്കലിനോ തിരുത്തു
നൽകുന്ന ഒരു വാചകം കൂടി ശൈഖ് ഇവിടെ സൂചിപ്പിക്കുന്നത് കാണാം. ഈ പറയുന്ന ആളുകളെ പ്രകാരം പൊതുമുസ്ലിമായി കണക്കാക്കുന്ന മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം, ചില സെലഫികളെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം തന്നെ തെറ്റായിരിക്കും. നീ എന്തിനാണ് അങ്ങനെ ചോദിച്ചത്? ഇതിനൊക്കെ അഖീദയിലും മൻഹജിലും പഴച്ചിട്ടുണ്ട്. ഇത്തരം ചോദ്യം തന്നെ ശരിയല്ല. നീ പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് പോകണം എന്ന് ഒരുപക്ഷെ പറഞ്ഞേക്കാം. എന്നാൽ ശൈഖ് പറയുന്നു, സംഘടകരുമെന്ന് പറയട്ടെ, ചില ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ധാരാളമായി ഇക്കാര്യം കണ്ടുകൊണ്ടിരിക്കുന്നു. ഏത് കാര്യം? തൗഹീദുള്ള മനുഷ്യന്മാർ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന ശിർക്ക് വെക്കുന്ന ആളുകളുമായി വിവാഹബന്ധങ്ങൾ നടത്തുക എന്നത് ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും കാണുന്നുണ്ട്. കുറച്ചല്ല, ബികത്ര, ധാരാളമായി കാണപ്പെടുന്ന ഒരു കാര്യമാണ് എന്നത് സങ്കടകരമാണ്. അപ്പൊ ഇത് ബുദ്ധമതക്കാരനെയോ ജൈനനെയോ ഹിന്ദുവിനെയോ കല്യാണം കഴിക്കുന്നതിനെ സംബന്ധിച്ചല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിയ എന്നാൽ ശിർക്ക് ചെയ്യുന്ന ആളുകളുമായി കല്യാണം നടത്തുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇക്കാര്യങ്ങൾ ഒരുത്തനും മനസ്സിലാക്കാതെയാണ് ഈ ശിർക്കുമായി ബന്ധപ്പെട്ട വിവാഹത്തിൽ ഏർപ്പെടുന്നത്. വജസല്ലാഹുൽ അഖസ്സാഇല ഖൈറൻ അലാ ഹാദ സുആലി ലിഅന്നഹു യൻതബിഹു ബിഹി കസീറുൻ മിനൻ നാസ്. ഈ ചോദ്യം ചോദിച്ച ആൾക്ക് അല്ലാഹു സഹോദരന് ഖൈർ നൽകട്ടെ ഈ ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ. കാരണം മനുഷ്യരിൽ ഒരുപാട് ആളുകൾക്ക് ഉണർവുണ്ടാകാൻ ഈ ചോദ്യകർത്താവ് കാരണമായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലാണ് ഈ ചോദ്യം ചോദിച്ചതെങ്കിൽ ചോദ്യം ചോദിച്ചവൻ അഖീദയിലും മൻഹജിലും പിഴച്ചു എന്ന് പറയും. ഇത് ഫിത്നയുണ്ടാക്കുന്ന ചോദ്യമാണെന്ന് പറയും. ഇത് ഭിന്നിപ്പിന്റെ ചോദ്യമാണെന്ന് പറയും. ഇവൻ ഉലമാക്കളിലേക്ക് മടങ്ങണമെന്ന് പറയും. അവനിൽ നിന്ന് കേൾക്കുന്നവനും പഠിക്കുന്നവനും രണ്ടു വട്ടം ആലോചിക്കണമെന്ന് പറയും. ഇതൊന്നുമല്ല ശൈഖ് പറഞ്ഞത്. മറിച്ച് ചോദ്യം ചോദിച്ചവന് വേണ്ടി അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു, സുആലുൻ ജയ്യിദുൻ മുഫീദുൻ. ചോദ്യം തന്നെ നല്ലൊരു ചോദ്യവും ഉപകാരപ്രദമായ ചോദ്യവുമാണ്. അതുകൊണ്ടാണ് ചോദ്യകർത്താവിന് വേണ്ടി ശൈഖ് ഉസൈമീൻ പ്രാർത്ഥിച്ചത്. അപ്പോ ഈ ചോദ്യവും മറുപടിയും നമ്മുടെ നാട്ടിൽ വളരെ ഫിറ്റാൻ. കലിമ ചൊല്ലിയ എന്നാൽ ശിർക്കിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ മുശ്രിക്കുകളാണെന്നും അവരുമായി ഒരു തരത്തിലുള്ള വിവാഹബന്ധവും പാടില്ലെന്നും വിശദീകരിക്കുന്നു. ലജ്നാ ദായിമയുടെ ഫത്വ 4459 നമ്പർ ഫത്വയിലും ഇതേ ചോദ്യം ഇതാണ്. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന, അതുപോലെ തന്നെ അവരുമായി സാമീപ്യം നേടുന്നതിനു വേണ്ടി ചില ഇബാദത്തിന്റെ ഇനങ്ങൾ സമർപ്പിക്കുന്ന അത്തരം ആളുകൾ അത്തരം ആളുകളെ, അതായത് രണ്ടിൽ ഒന്നുകിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, രണ്ടിൽ ഒരാൾ ഈ ശിർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അവർക്കിടയിലുള്ള വിവാഹബന്ധം വേർപിരിക്കാൻ ഖാദിക്ക് പറ്റുമോ എന്നാണ് ചോദ്യം. രണ്ടാളും ശിർക്ക് ചെയ്യുന്നവരല്ല, അത് കുഴപ്പമില്ല. രണ്ടാളും മുസ്ലിമാണ്, തൗഹീദുള്ളവൻ, അത് നല്ലതാണ്. എന്നാൽ ഒന്നുകിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് തൗഹീദുള്ളവരാവുക, മറുഭാഗം ശിർക്കുള്ളവരുമാകുക. ഈ വിവാഹത്തെ വേർപിരിക്കാൻ ഖാദിക്ക് അധികാരമുണ്ടോ? ലജ്നാ ദായിമയുടെ മറുപടി, ഒരിക്കലും മുസ്ലിമായ ഒരു പെണ്ണ് മുശ്രിക്കായ ശിർക്ക് ചെയ്യുന്നവന്റെ ഭാര്യയായി അവന്റെ സംരക്ഷണത്തിൽ ജീവിക്കാൻ പറ്റുകയില്ല. വലാ സൗജത്തുൻ മുശ്രികത്തുൻ ഗൈറു കിതാബിയത്തിൻ ഫീ ഇസ്മത്തി മുസ്ലിം. ജൂതക്രിസ്ത്യാനി അല്ലാത്ത ശിർക്ക് ചെയ്യുന്ന ഒരു പെണ്ണും മുസ്ലിമാകുന്ന ഭർത്താവിന്റെ കീഴിൽ ഭാര്യയായി ജീവിക്കാൻ പറ്റൂല. അത്തരം ഒരു പുരുഷന്റെ കീഴിൽ തൗഹീദുള്ള പെണ്ണിന് ഭാര്യയായി ജീവിക്കാനും പാടില്ല. അവ രണ്ടും പാടില്ല എന്ന് ഇതേ ആയത്ത് സൂറത്തുൽ ബഖറയിലെ 221 ആയത്ത് തെളിവാക്കി കൊടുത്തുകൊണ്ട് സൂറത്തുൽ മുംതഹനയിലെ 10 ആയത്ത് തെളിവാക്കി കൊടുത്തുകൊണ്ടും മറുപടി നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, വളരെ കൃത്യമാണ് ഈ